നമസ്കാരം. ഇന്ന് നമ്മൾ ജനകീയം 2025 ഭാഗമായി 12ാം വാർഡ് ഡിവിഷൻ കൗൺസിലർ സോണിക്ക ഫ്രാൻസിസിന്റെ അടുത്താണുള്ളത്. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇപ്പോൾ നമ്മൾ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സാർ ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ കഴിഞ്ഞ 2020 ഡിസംബർ മാസം 20-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറി. ഞാൻ അധികാരത്തിൽ കയറുമ്പോൾ നമുക്കറിയാം, ലോകത്തെ എല്ലാ സ്ഥലത്തും വിതച്ച COVID-19 ബന്ധപ്പെട്ട് ഡിവിഷനിലടക്കം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായ സമയത്താണ് ഞങ്ങൾ കൗൺസിലറായി അധികാരത്തിൽ കയറുന്നു. ഏകദേശം 1 വർഷക്കാലത്തോളം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആകെ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടുപോയി വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായ കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കൗൺസിലറായി കടന്നു വന്നത്. എന്നാൽ അതിനെല്ലാം ഞങ്ങൾക്ക് തരണം ചെയ്യാൻ നല്ല രീതിയിൽ സാധിക്കുകയും കൊച്ചിൻ കോർപ്പറേഷൻ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നല്ലൊരു കാഴ്ചപ്പാടോടെ നമ്മൾ കോർപ്പറേഷൻ ആരംഭ പ്രവർത്തനം തുടങ്ങി. അപ്പോഴും തുടങ്ങിയപ്പോൾ തന്നെ കോവിഡ് കാലത്ത് നമുക്ക് വാക്സിനേഷനും അതുപോലെ കോവിഡ് കാലത്ത് ഇതിലിരിക്കുന്ന നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് വീടുകളിൽ പുറത്തേക്കിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റുള്ള സംവിധാനം നമുക്ക് നല്ല രീതിയിൽ പ്രതികാരം. അതുപോലെ കോവിഡ് വാക്സിനേഷൻ ഇതെല്ലാം നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനും ജനങ്ങളെ കൂടുതൽ അടുത്തിടാനും ഇതെല്ലാം സാധിച്ചു ഈ കാലഘട്ടം കൊണ്ട്. അതിനുശേഷം വന്ന് നമുക്ക് 1 വർഷക്കാലം പിന്നിട്ട ശേഷമാണ് ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റിയത്. ഏകദേശം ഞാൻ അധികാരത്തിൽ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രദേശമാകെ വെള്ളക്കെട്ട്, നമുക്കറിയാം കാലഘട്ടങ്ങളായി വെള്ളക്കെട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രദേശമാണ് 12ാം ഡിവിഷൻ. ആ ഡിവിഷൻ നമുക്ക് വെള്ളക്കെട്ട് ഞങ്ങൾ ഇലക്ഷൻ നേരിടുമ്പോൾ ജനങ്ങളോട് പറഞ്ഞത് വെള്ളക്കെട്ട് ഡിവിഷനിൽ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതാക്കുമെന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാനം എല്ലാം എനിക്ക് പപ്പാടെ നിറവേറ്റാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷവും നമുക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഈ കാലഘട്ടം ഇന്നലെ വരെയും പെയ്ത മഴക്കാലത്ത് പോലും നമ്മുടെ ഡിവിഷനിൽ ഒരു വീട്ടിൽ പോലും വെള്ളം കയറാനോ മറ്റവർക്ക് ഉറങ്ങാതിരിക്കാനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വീടുകളിൽ ഇപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ വീടുകളിൽ താഴെ നമുക്കറിയാം, എൻ്റെ ഡിവിഷന് ഏകദേശം മറ്റു ഡിവിഷൻ ഇല്ലാത്തത് 5 നഗറുകളുള്ള പള്ളിച്ചാൽ നഗർ, GCD നഗർ, മാരമ്പള്ളി നഗർ, ആലപ്പാട്ട് നഗർ, അതുപോലെ നടക്കടവ് നഗർ, ഇതെല്ലാം എല്ലാ സ്ഥലത്തും കൂടി ഏകദേശം 196 കുടുംബങ്ങൾ. ഇവരുടെ കുടുംബങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലിരുന്ന് രാവിലെയോ മറ്റു പ്രഭാത കാര്യങ്ങളോ വീട്ടിൽ ചായ വെക്കാനോ പറ്റാത്തൊരു അവസ്ഥയും. ആ അവസ്ഥയിലൊക്കെ നമുക്ക് നല്ല മാറ്റം പിടിക്കാൻ സാധിക്കും. അവിടെ എല്ലാം നമുക്ക് അവർക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാം. ഏറ്റവും വലിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ചിറയ്ക്ക് നഗരവുമായിട്ട് ബന്ധപ്പെടാം. ചിറയ്ക്ക് നഗർ അവർ മഴ ഇല്ലെങ്കിൽ പോലും ഓരുവെള്ള സമയത്ത് അവർക്ക് വെള്ളം കയറി അവരെ ബാത്റൂമിൽ കിടക്കും. കാലത്തെ പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യാൻ പറ്റൊരു അവസ്ഥയാണ്. എന്നാൽ അവിടെയെല്ലാം നമ്മൾ ഏകദേശം 35 ലക്ഷം രൂപ മുടക്കി തോടിന് സംരക്ഷണ ഭിത്തി കെട്ടുകയും 3 സ്ലൂയിസ് വെച്ച് കൊടുത്തിട്ട് കാണകൾ നവീകരിച്ച് റോഡ് നവീകരിച്ചുകൊണ്ട് അവിടത്തേക്കുള്ള വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു. അത് വെള്ളക്കെട്ട് അതുപോലെ നമ്മൾ ഓരോ നഗരങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവർക്ക് ഇന്ന് സുഖമായി വെള്ളം ചാട്ടാതെ ഒരു വെള്ളം കയറുന്ന സമയത്തായാലും മഴപ്പാച്ചിലുണ്ടായാലും ഒരു സമയത്ത് പോലും അവരുടെ വീടുകളിൽ വെള്ളം കയറാത്തൊരവസ്ഥ നമുക്ക് ഈ 193 കുടുംബം. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ആശ്വാസവും. പിന്നെ അവർക്കൊരു വേറെ കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റി. ഗവൺമെന്റിന്റെ പട്ടയവുമായി ബന്ധപ്പെട്ട് 193 കുടുംബങ്ങൾക്കും കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ സെക്കൻഡ് കൗൺസിലിൽ വെച്ച് ഞങ്ങൾക്ക് 193 കുടുംബങ്ങൾക്കും കൗൺസിൽ ഐക്യകണ്ഠേന അവർക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കൗൺസിൽ തീരുമാനിക്കും. അത് തീരുമാനിച്ച പ്രകാരം പിറ്റേ 3 ദിവസത്തിനകം മേയർ ഒപ്പിട്ടത് കളക്ടറേറ്റിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചു. കാലങ്ങളായി അവർ ആഗ്രഹിച്ചു അവർക്ക് ഭൂമിയുടെ കൈവശരേഖ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വീട് വെക്കുന്നതിനോ അവർക്ക് ഒരു ലോൺ എടുക്കുന്നതോ മക്കളെ പഠിപ്പിക്കുക വിദ്യാഭ്യാസം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കുന്നത് ഈ ഭൂമിക്ക് രേഖയില്ലാത്തതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ലോൺ പോലും കിട്ടാത്തൊരവസ്ഥയുണ്ട്. സാധാരണ സഹകരണ സംഘങ്ങളിൽ പോലും നമുക്ക് ലോൺ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ഉണ്ട്. അതിലെല്ലാം ഒരു മാറ്റം കുറിക്കാൻ എനിക്ക് ഈ 5 വർഷക്കാലം കൊണ്ട് എനിക്ക് സാധിച്ചു. അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാലങ്ങളായി അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചെന്നുള്ളൊരു ഇപ്പം ഏകദേശം എനിക്ക് മന്ത്രിസഭ ഈ 2026 ഇലക്ഷന് നേരിടുന്ന മുമ്പ് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭ ഇവർക്കെല്ലാവർക്കും പട്ടയം കൊടുക്കാനുള്ള ധാരണയായിട്ടുണ്ട്. അപ്പോൾ അതും വലിയൊരു 193 കുടുംബങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസവും അവർക്ക് തലയായിക്കാൻ സ്വന്തം മണ്ണെന്നുള്ള നിലപാടിലേക്ക് എത്താനും സാധിച്ചു. സാർ, ഇപ്പം ഇത്രയും പദ്ധതികൾ സാർ ചെയ്തല്ലോ, അപ്പം നടപ്പിലാക്കാൻ ആഗ്രഹമുണ്ടായിട്ടും നടപ്പിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ? ഉണ്ട്. നടപ്പിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. കുറേ നടപ്പിലാക്കാൻ പറ്റാത്തത് നമുക്ക് നമ്മുടെ
ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമുക്ക് നടപ്പിലാകാൻ പറ്റാത്ത എൻ്റെ മാത്രം വിഷയമല്ല, നമുക്ക് കോർപ്പറേഷൻ തനതായിട്ട് സ്വന്തമായി ഭൂമി നമ്മുടെ ഡിവിഷനുകളില്ല, കോർപ്പറേഷൻ്റെ ഭൂമികളില്ല. നമുക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ ഒരു കളിസ്ഥലം, അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. ഇത് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇത് നമ്മുടെ കോർപ്പറേഷൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കളിസ്ഥലം. പിള്ളേർക്ക് എന്നറിയാം, നമുക്ക് പിള്ളേരെല്ലാവരും മയക്കുമരുന്നിനും അതൊക്കെ അടിമപ്പെട്ടു പോണതും ഈ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്നതും പിള്ളേർക്ക് സ്വന്തമായി കളിക്കാനോ മറ്റു വിശ്രമങ്ങൾ ഉല്ലാസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം നമ്മുടെ ഡിവിഷൻ ഇല്ല. ആ ഡിവിഷൻ ഇല്ലാത്തതുകൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിള്ളേർ മറ്റൊരു രീതിയിലേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഒരു കളിക്കളം ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. അത് എനിക്ക് സാധിച്ചില്ല. ഇനിയെങ്കിലും വരുന്ന കൗൺസിലേഴ്സ് ആരായാലും നമുക്ക് അതുമായിട്ട് ഞാൻ എന്തായാലും എൻ്റെ പൂർണ്ണമായ ജനങ്ങളുടെ സേവനം തുറന്നുണ്ടാവും. അപ്പം അതിനൊപ്പം തന്നെ അവരോട് കൂടി സഹകരിച്ചതുകൊണ്ട് മുന്നിൽ വരുന്ന കൗൺസിലേഴ്സിനൊപ്പം നിന്നുകൊണ്ട് ഒരു കളിക്കളം നമുക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യം, പ്രായമായ അമ്മമാർക്ക് അല്ലെങ്കിൽ അപ്പമാർക്ക് വീട്ടിലിരിക്കുമ്പോൾ അവരുടെ മക്കൾ ജോലിക്ക് പോയിട്ട് അവർ തനതായി വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് ഈ സമയങ്ങൾ തള്ളി നീക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അവർക്ക് ആരോടും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അവർക്ക് വീട്ടിൽ തന്നെ വീർപ്പൂട്ടിരിക്കുന്ന മക്കൾ വരുന്നവരെ ഒറ്റയ്ക്കിരിക്കുന്ന ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ അവരനുസരിച്ച് അതിന് അവർക്ക് വേണ്ടി ഒരു പകൽ വീട് നിർമ്മിക്കണം. പകൽ വീടിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ച് ഇത് KSB കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉദ്ഘാടന ഇതിലേക്ക് നമ്മുടെ ചിറക്ക് പാലത്തിന് ഓപ്പോസിറ്റ് നമ്മുടെ ഒരു അംഗൻവാടി സമീപമാണ് ചിറക്ക് പകൽ വീട് നമ്മൾ നിർമ്മിക്കുക. അതിൻ്റെ എല്ലാ പോലെ TV, അവർക്ക് ഭക്ഷണം, അവർക്ക് വേണ്ട ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി KSB കണക്ഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശോചനാവസ്ഥയിൽ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിനും അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന പൊതു ശ്മശാനം. ആ പൊതുശ്മശാനം നിന്ന് നമുക്ക് ഉദ്ഘാടന പൊതുശ്മശാനം ദിനേശ് മണി സഖാവ് മേയറായിരിക്കുമ്പോൾ പൊതുശ്മശാനം നിലവിലുണ്ടായിരുന്നു. ആ പൊതുശ്മശാനം ഉദ്ഘാടനം ചെയ്ത ശേഷം അതിൻ്റെ ഒരു പരിപാടി 2 ഗ്യാസ് ബർണറും 2 വിറക് ചൂളകളും ഉണ്ടായിരുന്നു. എന്നാൽ ഗ്യാസ് ബർണർ അത് ഉദ്ഘാടനം ചെയ്ത ശേഷം പിറ്റേ ദിവസം ഒരു ബോഡി പോലും പൂർണ്ണമായി ദഹിപ്പിക്കാൻ പറ്റാതെ അത് മോശമായി കിടക്കുകയും അത് പിന്നെ ഉപയോഗിക്കാതെ കാലങ്ങളായി 10-20 കൊല്ലമായിട്ട് കാലങ്ങളായി ഉപയോഗിക്കാതെ വെച്ച സ്ഥലത്ത് ഞാൻ വന്നതിന് ശേഷം ഏകദേശം 40 ലക്ഷം രൂപയോളം മുടക്കിക്കൊണ്ട് ബർണർ, പിന്നെ വിറക് ചൂള ഇതുവരെ മെയിൻ്റനൻസ് പോലും നടത്താത്ത ഒരു അവസ്ഥയിലാണ്. എന്നാൽ അതെല്ലാം മാറ്റി സംരക്ഷണ ഭിത്തി കെട്ടി കൊച്ചി കോർപ്പറേഷൻ്റെ ഇതാണെന്നുള്ള ഒരു വലിയ ഒരു നെയിം ബോർഡ് വെച്ച് അത് വെച്ച് ശ്മശാനം ഇന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും വന്ന് പോകാൻ പറ്റാവുന്നൊരു വരുന്നവർക്ക് അവിടെ ഇരിക്കാനും അവർക്ക് വെള്ളം ചവിട്ടാതെ അതിൻ്റെ അകത്ത് കയറാനും എല്ലാം സാധിച്ച്. അതാണ് അതുമായി ബന്ധപ്പെട്ട്. പിന്നെ നമ്മൾ ഈ റോഡിൻ്റെ അവസ്ഥ, ഈ റോഡ് ഏകദേശം ഇതുപോലെ കിടന്നിച്ച റോഡാണ്. നമ്മൾ ഇപ്പം ഇന്ന് നമ്മൾ 17 ലക്ഷം രൂപ മുടക്കി റോഡ് ഇതുപോലെ ടൈൽസ് ഇട്ട് പൊക്കി ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം കയറാതെ രീതിയിലൊക്കെ ഇതുപോലെ ഏകദേശം 6 അംഗൻവാടികൾ നമ്മുടെ ഡിവിഷനിലുള്ളത്. 6 അംഗൻവാടികളിൽ 5 അംഗൻവാടി നമ്മുടെ ഓൺ കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള ഫണ്ട് ഇതെല്ലാം കുട്ടികൾക്ക് സുഖമായി വന്നിരിക്കാനും അവർക്ക് യാതൊരു ഇതില്ലാത്ത രീതിയിലേക്ക് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ നമ്മൾ അത് ഈ പ്രാവശ്യം ഞാൻ 2 അംഗൻവാടിയിൽ AC ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കണേ. ഏകദേശം എൻ്റെ കാലാവധിക്ക് മുമ്പ് തന്നെ അത് ഏകദേശം 2 അംഗൻവാടികൾ AC ആക്കും. കുട്ടികൾക്ക് വൈകുന്നേരം ഈ ചൂട് സമയം ഉറങ്ങാനും കിടക്കാനും വിശ്രമിക്കാനൊക്കെ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് 2 അംഗൻവാടി 6 അംഗൻവാടി ആക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു, ഫണ്ട് കിട്ടുന്നൊരു ഇതൊക്കെ ഉണ്ടായി. എന്നാൽ പോലും നമുക്ക് അനിൽകുമാറിൻ്റെ LDFിൻ്റെ കോർപ്പറേഷൻ നല്ല രീതി കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നല്ല രീതി നമുക്കറിയാം. വേസ്റ്റ് മാലിന്യവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായ കാലഘട്ടം ഇത്. 2023 വേസ്റ്റ് മാലിന്യവുമായി ബന്ധപ്പെട്ട് തീ പിടിച്ചപ്പോൾ ഞങ്ങളുടെ ഡിവിഷൻ അടക്കം നമുക്ക് വേസ്റ്റ് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായി. ഞങ്ങളെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടിച്ച് ആ വേസ്റ്റ് എല്ലാം നമുക്കിന്ന് സുഖമായി ഡിവിഷനിൽ ഇപ്പോൾ നമുക്ക് ഓരോ റോഡ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം വേസ്റ്റുകൾ ഇല്ലാത്ത പ്ലാസ്റ്റിക് കിറ്റുകളോ മറ്റുള്ള ഫുഡ് വേസ്റ്റുകളോ ഒന്നും ഇല്ലാത്ത ഒരു റോഡാക്കി നമുക്ക് മാറ്റാൻ സാധിച്ചു. അത് നമുക്ക് ബ്രഹ്മപുരം പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഗുണം ചെയ്ത് കൊച്ചി കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധം. അപ്പം ഒട്ടൊരു നടക്കാത്ത പ്രോജക്റ്റ് നമുക്കറിയാം. തുരുത്തി കോളനിയുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ ആകെ ബേസ് നോക്കുമ്പോൾ തുരുത്തി കോളനിയുമായി ബന്ധപ്പെട്ട് 193 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടം നമ്മൾ 393 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടം തുരുത്തി കോളനിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇന്നാളെ ഏകദേശം നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കോർപ്പറേഷൻ ബിൽഡിങ് ഏകദേശം എനിക്ക് തോന്നുന്നു 2005 കോർപ്പറേഷൻ ബിൽഡിങ് ഇത് ചെയ്തേ. 2005 കോർപ്പറേഷൻ ബിൽഡിങ് ഇത് ചെയ്ത ശേഷം
2025 10 കൊല്ലമായി കോർപ്പറേഷൻ ബിൽഡിംഗ് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇതിലേക്ക് പലരും മാറി മാറി ഭരിച്ചിട്ട് പോലും ആ കോർപ്പറേഷൻ ബിൽഡിംഗ് പൂർത്തീകരിക്കാൻ പറ്റുന്ന നാളെ അത് സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കണേ. കോർപ്പറേഷന്റെ മെയിൻ ഓഫീസ് നാളെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാമെന്നാണ്. അപ്പോൾ അതുപോലെ കുറേ ഒട്ടേറെ നമുക്കറിയാം. നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോൾ നോക്കാം, മുമ്പ് നമ്മുടെ ഇവിടെയൊക്കെ നടന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ വിഷയം CSMലുമായി ബന്ധപ്പെട്ട് 74 ഡിവിഷനും കോർപ്പറേഷൻ 70 ഇന്ന രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നത് ഏത് കൗൺസിലേഴ്സ് ആയാലും അവർക്കെല്ലാം നമുക്ക് മേയർ നിലക്ക് എല്ലാവർക്കും ഒരുപോലെ പരിഗണന കൊടുത്തുള്ളൂ. മുൻകാലങ്ങളിൽ കോർപ്പറേഷൻ പള്ളുരുത്തി കൊച്ചി വെസ്റ്റ് കൊച്ചി എന്ന് പറഞ്ഞ് മാറ്റിയിടുന്ന ഇതുണ്ടായി. എന്നാൽ അതെല്ലാം മാറ്റി ഇന്ന് കോർപ്പറേഷൻ 74 കൗൺസിലേഴ്സിനെ ഒരുപോലെ കണ്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ. ഇന്ന് 74 ഡിവിഷനിലും പകൽ പോലെ നമുക്ക് വൈകുന്നേരങ്ങളിൽ പകൽ പോലെ പുറത്തിറങ്ങിയ സ്ത്രീകൾക്കായും കുട്ടികൾക്കായും പകൽ പോലെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വൈകുന്നേര കാലഘട്ടത്തിൽ നമ്മൾ കൊച്ചി കോർപ്പറേഷനായിട്ട് എല്ലാ ഡിവിഷനും സാധിച്ചു. അത് ഒരാൾക്കും പറയാൻ മേയർ അതിനു വേണ്ടി രാഷ്ട്രീയം നോക്കിയെന്നോ മറ്റു എല്ലാ വികസന കാര്യങ്ങൾക്കും മേയറിന്റെ കയ്യൊപ്പ് പതിച്ച സ്ഥലങ്ങളാണ്. അതുപോലെ നമ്മൾ ഫിഷ് ലാൻഡിങ് സെന്റർ, നമുക്കൊരു ഫിഷ് ലാൻഡിങ് നമുക്ക് നടക്കടവ് മാരമ്പള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കിഴക്ക് വശം കുറേ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവർക്ക് ഫിഷ് ലാൻഡിങ് സെന്റർ വേണമെന്ന് നമ്മൾ കാലങ്ങളായി ആവശ്യപ്പെട്ടു. 1920 ചീക്കുട്ടി ഭാഷ കൗൺസിലായി ഇവിടെ നിന്നപ്പോൾ ആ ഇതുമായി ബന്ധപ്പെട്ട് 4-6 കുറ്റി അവിടെ ഇട്ടു. അന്ന് ഞാൻ ചീക്കുട്ടി ഭാഷ നമ്മൾ ഇതിൻ്റെ വാർഡ് സഭ കമ്മിറ്റി അംഗമാണ്. അന്ന് ചീക്കുട്ടി ഭാഷനൊപ്പം നടന്നപ്പോൾ അവിടെ ആ ഫിഷ് ലാൻഡിങ് സെന്റർ ചെയ്യാൻ 6 കുറ്റിയിട്ട് പിന്നെ വന്ന ഒരു ആൾക്കാർ കൗൺസിലേഴ്സ് അതിന് മുൻകൈ എടുക്കാതെ എന്നാൽ നമുക്ക് ആ ഫിഷ് ലാൻഡിങ് സെന്റർ പൂർത്തീകരിക്കാൻ സാധിച്ചു. മത്സ്യത്തൊഴിലാളി മേഖല അവർക്ക് ഏറ്റവും വലിയ അതാണ്. അവർക്ക് ഫിഷ് മീൻ പിടിക്കാൻ പോകുമ്പോൾ വഞ്ചി ഇറക്കാനും പിടിക്കാനും ചെളി വന്ന് തുങ്ങിയിട്ട് ഇറക്കാനും പറ്റാതെ ഒരു ഏകദേശം ഒരു 500 മീറ്റർ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് വേണം വഞ്ചി വലിച്ചെടുക്കാൻ. എന്നാൽ ഇതെല്ലാം മാറ്റിന്ന് ഫിഷ് ലാൻഡിങ് സെന്ററിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. അതുപോലെ വയോജന പാർക്ക്, നമുക്കൊരു വയോജന പാർക്ക് ഉണ്ടായി. വേസ്റ്റ് മാലിന്യം തള്ളിയിരുന്ന് വെച്ചാൽ നമുക്ക് നോക്കാം നടക്കെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ ആ രണ്ടരികിലും കുറച്ച് നമുക്ക് ഏകദേശം ഒരു 6 മീറ്റർ വീതിയുള്ള സ്ഥലമുണ്ടായി. ആ 6 മീറ്റർ വീതിയുള്ള സ്ഥലം നമ്മൾ ആ വേസ്റ്റ് എല്ലാം മാറ്റിക്കൊണ്ട് ഒരു പ്രായമായ വന്ന പുരുഷന്മാർക്കും അല്ലെങ്കിൽ പ്രായം ചെന്നവർക്ക് വന്നിരിക്കാൻ വേണ്ടി ഒരിടം വൈകുന്നേരം കാലഘട്ടത്തിൽ അവർക്ക് സംസാരിച്ചിരിക്കാനും മറ്റും വേണ്ട ഒരിടം നമുക്ക് എടുക്കാൻ സാധിച്ചു. നമ്മൾ നടക്കടവിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിഴക്കോട്ട് കൂടെ റോഡ് ഒരു വയോജന പാർക്ക് നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചു. അങ്ങനെ ഒട്ടേറെ വികസനങ്ങൾ ഞാൻ പറഞ്ഞു 2020 കൗൺസിലായ ശേഷം ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നമുക്ക് ഒട്ടേറെ കഷ്ടപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് നിറവേറ്റാൻ സാധിച്ചത് ഒരു യാഥാർത്ഥ്യം നമുക്ക് ഈ കൗൺസിൽ വെച്ചൊഴിയുമ്പോൾ നമുക്കുണ്ട്. ജനങ്ങളോട് നേരിട്ട് സംവാദിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളോട് കാര്യങ്ങൾ പറയാനും നമുക്ക് ധൈര്യമായിട്ട് എന്ന് പറയാം. അവരാരും മുങ്ങർപ്പിച്ച ഒരു വർത്തമാനം നമ്മൾ തിരിച്ചു പറയാനും പറ്റില്ല. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ചെയ്തെന്നില്ല, എന്നാൽ പോലും ഒരു കാലഘട്ടത്തിലും ചെയ്യാത്തത്രയും ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിച്ച് അത് ഏറ്റവും വലിയ വിഷയം. നമുക്ക് ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടായി. ആ വെള്ളത്തിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിച്ച്. ചില സ്ഥലത്ത് ABC കേബിളുകൾ നമ്മൾ ചില വീടുകളുടെ സൈഡിൽ കൂടി അവർക്ക് വീട് വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. മുകളിലേക്ക് അപ്സ്റ്റെയർ പണിയാൻ പറ്റാതെ അവർക്ക് ACS അലോമിനിയം കണ്ടക്ടറാണ് പോയി വെച്ചത് ഇലക്ട്രിക്കലായിട്ട് പോയത്. അപ്പോൾ നമുക്ക് അതെല്ലാം മാറ്റി നമുക്ക് ABC കേബിൾ ഇട്ടുകൊണ്ട് അവർക്ക് യാതൊരു അപകടങ്ങളും കുട്ടികൾക്കോ അവരുടെ കുടുംബത്തിനോ അപകടം പറ്റാത്തത് അവർക്ക് ABC കേബിളുകളൊക്കെ ഇട്ട് നമുക്ക് അത് അവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള രീതിയിലേക്കുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് ചെയ്തു. എന്തൊക്കെ തരത്തിലുള്ള പെൻഷനാണ് നമുക്ക് പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെല്ലാം പെൻഷൻ ഇവിടെ നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് അപ്പന്മാർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, വിധവകൾക്ക് ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവകൾക്കുള്ള പെൻഷൻ, അതുപോലെ തന്നെ 50 വയസ്സ് കഴിഞ്ഞ വനിതകൾ വിവാഹം കഴിക്കാത്ത വനിതകൾക്കുള്ള പെൻഷൻ, അതുപോലെ വികലാംഗർക്കുള്ള പെൻഷൻ, ഇതെല്ലാം നമുക്ക് യാതൊരു ഇതുമില്ലാതെ കൊടുക്കുക. ഇപ്പം കാലഘട്ടം ഇപ്പം കൊടുത്തതിൽ ഏകദേശം ഈ കഴിഞ്ഞ മാസം വരെയുള്ള പെൻഷൻ എല്ലാം പാസ്സാക്കാനുള്ള എല്ലാവിധ സംവിധാനവും പൂർത്തീകരിച്ച് കൗൺസിൽ വെച്ച് അംഗീകരിച്ച് ഇനി ഗവൺമെൻറ് ഒരു ഓർഡർ കിട്ടിയാൽ അവർക്ക് എല്ലാവർക്കും പെൻഷനൊന്നും ബാക്കിയുണ്ടാവും. നമ്മൾ കാലഘട്ടത്തിൽ ഞാൻ കൊടുത്ത കാലഘട്ടത്തിൽ പെൻഷൻ എല്ലാം പാസ്സായി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതാണ് പറയാനുള്ളത്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ചെന്നത് പറയാം. എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ഇനിയും ഒട്ടേറെ വഴികൾ, ചില വഴികൾ ചെറിയ ചെറിയ വഴികൾ, എന്നാൽ മെയിൻ വഴികൾ ഇപ്പം ഈ നമ്മൾ നിൽക്കുന്ന റോഡ്
ഈ LRRP ഇതിൽ 35 ലക്ഷം രൂപ വെച്ച് BMBC ചെയ്യാനുള്ള സംവിധാനം ടെൻഡർ ആയിട്ടുണ്ട്. ടെൻഡർ കഴിഞ്ഞാൽ അതോടനെ ഇതും പുറത്തായിരിക്കും നമുക്ക്. പിന്നെ മാരമ്പള്ളി റോഡ് അതും ഇതുണ്ട്. നമുക്ക് ഏറ്റവും വലിയൊരു വിഷയം വന്നത് നമുക്ക് ആലുമക്കോട് ചിറക്ക റോഡാണ്. അത് നമ്മൾ കോർപ്പറേഷൻ കയ്യിലൊതുങ്ങുന്നതല്ല. ഏകദേശം ആ റോഡ് 900 മീറ്റർ നീളമുണ്ട്. ആ 900 മീറ്റർ നീളം വരുമ്പോൾ ഏകദേശം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഏകദേശം 90 ലക്ഷം രൂപ, ഏകദേശം 1 കോടി രൂപ സാധാരണ BMBC ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഫണ്ടുമായി ബന്ധപ്പെട്ട് 6.25 കോടി രൂപ ആ റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് പൂർത്തീകരിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ മറ്റു വർക്കുകൾ ഗവൺമെൻറ് വർക്കുകൾ എല്ലാം പൂർത്തീകരിച്ച് നമ്മൾ എല്ലാം കഴിഞ്ഞിപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് എല്ലാ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മനോധൈര്യം നമുക്കുണ്ട്. അടുത്ത ഇലക്ഷൻ നമുക്ക് നേരിടുമ്പോൾ ധൈര്യമായിട്ട് ജനങ്ങളിൽ പോയി വോട്ട് ചോദിക്കാനും ജനങ്ങളോട് സമ്പാദിക്കാനും യാതൊരു മടിയും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. ആ രീതിയിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചെന്നാണ് എനിക്ക് അതുമായിട്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ പരാതികൾ സാർ എങ്ങനെയാണ് നേരിടുന്നത്? ജനങ്ങൾ പരാതി നമ്മൾ ഫോണിലൂടെ അവർ പറഞ്ഞാൽ അവർ ആ പ്രദേശത്ത് പോയി അവർക്ക് എന്താണ് പറയാനുള്ള കേട്ടിട്ട് അവർക്ക് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. അവർക്ക് ബുദ്ധിമുട്ട്, അവർക്ക് ജനങ്ങൾക്ക് ആകെ വരുന്നത് വിഷയം തന്നെ വേസ്റ്റിന്റെ വിഷയം, പിന്നെ നമ്മുടെ പട്ടിയുടെ ഇത്, പിന്നെ വന്നത് നമ്മുടെ വെള്ളം, ഇതാണ് അവർക്ക് വന്നത്. പിന്നെ റോഡ് വർക്കുകൾ നമ്മൾ ഓരോ കിലോ കിട്ടുന്ന കാശ് അനുസരിച്ച് അവർക്ക് നമ്മൾ അതനുസരിച്ച് അവർ പറഞ്ഞ പ്രയോറിറ്റി നമ്മൾ ഡിവിഷൻ കമ്മിറ്റി കൂടി പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യില്ല. കൗൺസിലർക്ക് ഞാൻ ഡിവിഷൻ കമ്മിറ്റിയിൽ വർക്ക് വെക്കും. ആ വർക്കിന് പ്രയോറിറ്റി അനുസരിച്ച് വർക്ക് ചെയ്തു പോകണം. അല്ല അതുകൊണ്ട് ആർക്കും എതിർപ്പില്ല. നമ്മൾ അറിയിക്കാതെ ഞാൻ ഇന്ന വർക്ക് ഇന്ന സ്ഥലത്ത് ചെയ്യുന്നതല്ല. നമ്മൾ ഓരോ വർഷവും ഡിവിഷൻ കമ്മിറ്റി ഫണ്ട് അനുവദിക്കുമ്പോൾ ഡിവിഷൻ കമ്മിറ്റി കൂടിയിട്ട് ഡിവിഷൻ കമ്മിറ്റിയിൽ ഇന്ന വർക്കുകൾ ചെയ്യുന്നത് അവരെ പറയും. അപ്പോൾ അവർക്ക് അതിൽ എതിർപ്പെടുകയും അത് മാറ്റി ഇന്ന വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വർക്ക് ആദ്യം മുൻഗണന കൊടുത്ത് ആ മുൻഗണനാ ക്രമത്തിൽ ചെയ്തുകൊണ്ട് ഡിവിഷന്റെ 4 വശത്തും ഡിവിഷൻ 4 അതിർത്തിയിലും വർക്ക് നടത്താൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇനിയും മത്സരിക്കാൻ താല്പര്യമുണ്ട് ഡിവിഷൻ കൗൺസിലായി മത്സരിക്കാൻ? ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, പാർട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് എൻ്റെ താല്പര്യം. പിന്നെ എൻ്റെ എല്ലാം എൻ്റെ വ്യക്തിപരമായ ഞാൻ മത്സരിക്കാൻ എനിക്ക് മത്സരരംഗത്തില്ല എന്നുള്ള എൻ്റെ വ്യക്തിപരം. എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളെല്ലാം പാർട്ടിക്ക് കടപ്പെട്ടവരാണ്. എൻ്റെ പാർട്ടി എന്ത് തീരുമാനിക്കുന്നത് അത് ഞാൻ അംഗീകരിക്കും. സാർ അതുപോലെ തന്നെ ഈ 5 വർഷക്കാലം സാറിന് എന്തെങ്കിലും അനുഭവം പറയാനുണ്ടോ? മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക്? അങ്ങനെ വലുതാ മാനസികമായ വലിയ പ്രയാസം തരുന്ന പ്രശ്നങ്ങളൊന്നും അത്ര ഉണ്ടായിട്ടില്ലെങ്കിലും നമുക്ക് എന്തായാലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 37 കൊല്ലമായി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളുമായിട്ട് ഇടപെട്ട് നടക്കുന്നുണ്ട്. അധികം നമ്മളാരും മറ്റു രീതിയിലേക്കുള്ള പെരുമാറ്റം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുമ്പോൾ ചില വർഗീയ ശക്തി നമ്മുടെ ശ്മശാനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷയങ്ങൾ ശ്മശാനവുമായി ബന്ധപ്പെട്ട് അവർ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന നമുക്കെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ശ്മശാനം ഞാൻ ക്രിസ്ത്യാനിയായതുകൊണ്ട് ശ്മശാനത്തിന്റെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ ഉണ്ട്. ഞാൻ രാഷ്ട്രീയമായോ മതപരമായോ മറ്റു രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നവരും എൻ്റെ അടുത്ത് ഒരു കാര്യത്തിൽ വന്നാൽ ഞാൻ യാതൊരു വിധം രാഷ്ട്രീയവും മതമോ ഒന്നും നോക്കാതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിന് ഏറ്റവും വലിയ ഈ കഴിഞ്ഞ ദിനം ഞാൻ പറഞ്ഞു ഉദ്ഘാടനം ചെയ്ത ശേഷം ശ്മശാനത്തിന് ഇന്ന് ഇത്രയും രൂപയുടെ വർക്ക് ഒരാൾ നൽകിയ ശ്മശാനത്തിന് ഇന്നത്തെ കഴിഞ്ഞ കാലഘട്ടത്തെ ശോചനാവസ്ഥ ആര് കയറിയാലും നമുക്ക് മനസ്സിലാവുന്നത്. ആ ശ്മശാനം എല്ലാവർക്കും അവർ ചില നിർദ്ദേശങ്ങൾ നമ്മളോട് വെച്ച് ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ശ്മശാനം ഇന്നും നിങ്ങൾക്ക് ഇപ്പോൾ പോകുന്ന വഴിക്കൊന്ന് കയറി അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതേ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പക്ഷെ അവർ വർഗീയമായി ചിത്രീകരിക്കും. നമ്മൾ മാനസികമായി നമുക്കൊരു ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാകും ആ ഒരു പ്രശ്നം. പിന്നെ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾ പല വിഷയങ്ങളാണ്. അപ്പം അവരപ്പം പറയും, അപ്പം തീരും. അവരായിട്ട് നമ്മൾ ഇന്നെന്തെങ്കിലും പറഞ്ഞ് പോയി നമ്മളായിട്ട് തെറ്റിയാൽ നാളെ ദിവസം അവർ നമ്മുടെ തന്നെ കൂടും. ഞങ്ങൾ അങ്ങനെ സംസാരിക്കും. നമ്മൾ ഒരാളെ വ്യക്തിപരാഗമായിട്ട് ആരെയും വെക്കാറില്ല. രാഷ്ട്രീയമായിട്ട് നമുക്കത് ചേർന്നതുമില്ല. അതുകൊണ്ട് നമ്മൾ ഒരാളായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് അപ്പം കഴിയും. ആ വിഷയം അവിടെ വെച്ച് തീർന്ന് അതായിട്ട് പിന്നെ അവരായിട്ടുള്ള മിങ്കിൾ ചെയ്ത് പോകുന്ന ഏത് രാഷ്ട്രീയ എനിക്കെതിരെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ട് എനിക്കെതിരെ ആരും ഒരു വിഷയം ഉണ്ടാക്കിയിട്ടില്ല. അവരെല്ലാം നമ്മളോട് മിങ്കിൾ ചെയ്തോളാം. എല്ലാവരെയും ഡിവിഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ഒരു അംഗീകരിച്ച് നമ്മൾ എല്ലാം ചെയ്തു പോകണം. അതുകൊണ്ട് പിന്നെ മാനസികമായ വിഷയം ഉണ്ടായെന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷയം ഇതാണ്. നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച കാലഘട്ടം ഞാൻ പറഞ്ഞില്ല. നമുക്ക് കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ പിന്നെ ഫ്ലഡിൻ്റെ സമയത്തും അതൊക്കെ നമുക്ക് കുറച്ച് പ്രയാസങ്ങളാണ്.
മഴ വരുമ്പോൾ ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ ഈ ഒരു കൊല്ലം കയറിയപ്പോൾ തന്നെ ആ ഒരു കൊല്ലം ഒന്നും ചെയ്യാൻ പറ്റിയപ്പോൾ ഈ മഴ നമുക്ക് പറയണ്ട. ആ മഴ സമയത്ത് ചില വീഡിയോ വെച്ചിരുമ്പോൾ അവർ കരച്ചിലും അവർ കയറിയ സ്റ്റൂളിൻ്റെ പുറത്തും മേശയൊക്കെ പുറത്തും അവർ വസ്ത്രങ്ങളടക്കം കയറ്റി വെക്കുമ്പോൾ നമുക്കാണ് മാനസികമായി ഭയങ്കര ടെൻഷൻ. ഞാനായിട്ട് ഇരിക്കും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് തോന്നൽ. പക്ഷെ എന്നെല്ലാം മാറി അവരായിട്ടൊക്കെ സംസാരിക്കും, അവർക്കും സന്തോഷമുള്ളൂ, നമുക്കും. അവരും പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്തത് നമുക്ക് ചെയ്തു തന്നല്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടി ഉപരി അവർ ജീവിക്കുന്ന ഇടം അത് സുരക്ഷിതമായിട്ട് ഇരിക്കാനും സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാനും ഒരു മഴ വന്നാലും ഒരു വെയിൽ വന്നാലും പേടിക്കാതെ കിടന്നുറങ്ങാനുള്ള സംവിധാനം അവർക്കുണ്ട്. സാർ, ഇനി അടുത്ത വരാൻ പോകുന്ന കൗൺസിലിനോട് എന്താണ് പറയാനുള്ളത്, എന്താണ് കൊടുക്കാനുള്ളത്? കൗൺസിൽ ആര് ജയിച്ചു വന്നാലും ആ കൗൺസിൽ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് പോവുകയും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റാത്തത് അത് നമ്മളെ കൊണ്ട് ചെയ്യാനും. ഇന്ന് ഞാൻ പറയാം, നമുക്ക് ഏറ്റവും വലിയൊരു അവസ്ഥ കുട്ടികൾക്ക് വരുന്ന തലമുറയ്ക്ക് അവരെ മറ്റു രീതിയിലേക്ക് പോകാതെ അവരെ പിടിച്ചു നിർത്താനും കളിസ്ഥലങ്ങൾ നമുക്ക് ആവശ്യം. നമ്മൾ പൊതുവായിട്ടുള്ള കളിസ്ഥലങ്ങൾ നമുക്ക് കുറച്ച് കുറവ്. പക്ഷെ എൻ്റെ ഡിവിഷൻ ഇല്ല, മറ്റു ഡിവിഷൻ ഇപ്പം നമ്മൾ തൊട്ടടുത്ത് നോക്കിയാൽ പഴയ 21 ഇപ്പോഴത്തെ നിലവിലെ 21ാം ഡിവിഷനും അതിൻ്റെ അപ്പുറത്ത് 19, 18 അവർക്കൊക്കെ കോർപ്പറേഷൻ ഗ്രൗണ്ടുകൾ കാണുന്നുണ്ട്. ഇപ്പം ചിറക്കൽ ഗ്രൗണ്ട്, അർജുന മാഷ് ഗ്രൗണ്ട്, EK നാരായണ ഗ്രൗണ്ട്, അതുപോലെ ഇങ്ങനെ ഒത്തിരി കളിസ്ഥലം. ഞങ്ങളുടെ ഡിവിഷന് പെട്ടത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വന്തമായിട്ട് കോർപ്പറേഷൻ ഭൂമിയില്ല, നമുക്ക് കുട്ടികൾക്ക് ഒരു കളിസ്ഥലം നമുക്ക് ഒരു ആവശ്യം. അത് ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും കണ്ട് ആരെങ്കിലും ഭൂമി കൂടുതലുണ്ടെങ്കിൽ അത് കാശ് കൊടുത്ത് വാങ്ങി കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു സ്ഥലം കണ്ട് അവർ കൊടുക്കാൻ തന്നെ ഒരു 5-8 സെന്റ് സ്ഥലം കണ്ടിട്ട് കോർപ്പറേഷനിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങും. അവിടെ ഒരു കളിസ്ഥലം ഉണ്ടാക്കാൻ ഉള്ള പ്രയത്നമാണ് അടുത്ത കൗൺസിലർക്ക് വരുന്ന കൗൺസിലർമാരും മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ഏകദേശം അവർക്ക് ഇനിയിപ്പോൾ വരുന്ന കൗൺസിലർക്ക് ഏത് കൗൺസിൽ വന്ന് ജയിച്ചാലും അവർക്ക് വളരെയേറെ പ്രയാസങ്ങളില്ലാതെ ഡിവിഷന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവരുടെ ഫണ്ടുകൾ ഉപയോഗിക്കാനുള്ള എല്ലാവിധ ഫണ്ടുകളും നമുക്ക് ഉപയോഗിച്ച് ആ രീതിയിൽ ഏകദേശം ഡിവിഷനിലെ വർക്കുകളെല്ലാം പിന്നെ ചെറിയ 100% ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇടവഴികളുണ്ട്. മെയിൻ വർക്കുകളെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വരുന്ന കൗൺസിലേഴ്സ് അത് വലിയ അവർക്ക് ചെറിയ ഇടവഴികളും ചെറിയ പോക്കറ്റ് റോഡുകളൊക്കെ മാത്രമേ ചെയ്യാൻ ഉള്ള ഇതുള്ളൂ. അപ്പോൾ അവർക്ക് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്പോർട്സ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ കളിസ്ഥലം കണ്ടെടുക്കാനുള്ള സംവിധാനം അതാണ് അവർ മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച സമയത്തിന് നന്ദി. സന്തോഷം. താങ്ക് യു സോ മച്ച്.